ഹലോ നമസ്കാരം സ്വാഗതം. സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ താരമാണ് രേണുസുതി. ബിഗ് ബോസിന് ശേഷം നല്ല രീതിക്ക് വർക്കുകളൊക്കെ രേണുസുതിയെ തേടിയെത്തുന്നുണ്ട്. ഇപ്പോൾ മാനേജറുമായി അലിൻ ജോസ് പെരേര ഇപ്പോൾ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് രേണുസുതിയെ കോൺടാക്ട് ചെയ്തതും അത് തുടർന്നുള്ള പ്രശ്നങ്ങളുമാണ് ഇപ്പം പറയുന്നത്. ഇവർ ഒരുമിച്ച് പല റീൽസിലും ഷോർട്ട് ഫിലിമിലൊക്കെ നേരത്തെ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിന് ശേഷം ഒരു വർക്കുമായി ബന്ധപ്പെട്ട് അലിൻ ജോസ് പെരേര രേണുസുതിയെ കോൺടാക്ട് ചെയ്യുന്നു. 2 മണിക്കൂർ വർക്കിന് 10,000 രൂപയും പ്രതിഫലം പറയുന്നു. എന്നാൽ രേണുസുതി പറയുന്നത് എനിക്കത് വരാൻ താല്പര്യമില്ല, ഞാനിപ്പോൾ ചെറിയ വർക്കുകളൊന്നും എടുക്കുന്നില്ല, തന്നെയുമല്ല എൻ്റെ പേയ്മെൻറ്റ് ഇപ്പോൾ ഇതല്ല, എൻ്റെ മാനേജറുമായി സംസാരിക്കൂ, താൻ ചോദിക്കുന്ന പേയ്മെൻറ്റ് തരുന്ന സ്ഥലത്ത് മാത്രമേ വർക്കിന് പോകാറുള്ളൂ എന്നാണ് രേണുസുതി പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അലിൻ ജോസ് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു, നമുക്കത് കണ്ടു നോക്കാം. ഞാൻ ഒരിക്കലും കരയില്ല, കാരണം നമ്മളിപ്പോ ഒരു ചെറിയൊരു വിഷമം എന്ന് പറഞ്ഞത് രേണുസുതിനെ ഞാനൊരു മെസ്സേജ് അയച്ചായിരുന്നു, രേണുസുതി ചേച്ചി. അപ്പോ ബിഗ് ബോസ് തവണ രേണുസുതി ചേച്ചിയെ വിളിച്ചായിരുന്നു നമ്മുടെ ഷോർട്ട് ഫിലിം അഭിനയിക്കുന്നു വെച്ചിട്ട്. അപ്പോ പുള്ളിക്കാരി എന്നെ കുറിച്ച് ആസ് എൻ ആർട്ടിസ്റ്റ് ആണ് വർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വർക്ക് ചെയ്തു, വേരിലും 1-2 ആൽബത്തിലൊക്കെ വർക്ക് ചെയ്തു. പക്ഷെ പിന്നീട് ഞാൻ വിളിച്ചപ്പോൾ എന്റെ വർക്കിൽ വിളിച്ചപ്പോൾ 1000 രൂപക്കൊന്നും വരാൻ പറ്റില്ല എന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. എനിക്കറിയാൻ പാടില്ല, അവരെ കുറിച്ച് എനിക്ക് അവരോട് ചാൻസ് ചോദിച്ചിട്ടില്ല. പക്ഷെ രേണുസുതി ചേച്ചി നമ്മളോട് അങ്ങനെ ഒരു കാര്യം കാണിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം സാധാരണക്കാരുടെ ഒരു സാധാരണക്കാരിയായ വ്യക്തി എന്നോട് വർക്ക് ചെയ്യപ്പോ വലിയ പേയ്മെന്റ് ഉണ്ടെങ്കിലേ വരുള്ളൂ, എന്നെ ആദ്യം വിളിക്കാൻ നിൽക്കണ്ട, ഞാൻ ഇനി വർക്ക് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് താരങ്ങളായ 2 പേരാണ് രേണുസുതിയും അലിൻ ജോസ് പെരേരയും. ഇവർ 2 പേരും നേരത്തെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇഷ്ടംപോലെ കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം വൈറലായിട്ടുമുണ്ട്. ഒരു വർക്ക് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവർ തന്നെയാണ്, അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അത് തുറന്നു പറയാനുള്ള റൈറ്റും അവർക്കുണ്ട്. പക്ഷെ അത് മറ്റൊരാളെ അപമാനിച്ചുകൊണ്ടാവരുത്. ഒന്നെങ്കിൽ എനിക്ക് ആ പ്ലോട്ട് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് എൻ്റെ കണ്ടന്റ് ശരിയായിട്ട് വരുന്നില്ല, അതിനെനിക്ക് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് ഡേറ്റ് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ എൻ്റെ ചാർജ് കൂടുതലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാം. അല്ലാതെ ഇത് ചെറിയ പ്രൊജക്റ്റാണ്, ഞാൻ വലിയ പ്രൊജക്റ്റ് മാത്രമേ ചെയ്യുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.